ഇങ്ങനൊരു സംഭവം നടക്കുന്നത് നമ്മൾ ഇന്ത്യയിലാണ്. നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കി ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? എന്നാൽ ഇത് മാത്രമല്ല, ഈ ന്യൂ ഇയറിൻ്റെ വൈബിൽ പല ഇതുപോലത്തെ വാർത്തകൾ വന്നിട്ടുണ്ട്. യു പിയിൽ 6 വയസ്സുകാരിയെ കൂട്ടമായി റേപ്പ് ചെയ്ത് ബിൽഡിങ്ങിൻ്റെ മേലിൽ നിന്ന് താഴോട്ട് കൊന്നു. ഡൽഹിയിൽ ഓടുന്ന വാനിൽ നിന്ന് റേപ്പ് ചെയ്തിട്ട് അതേ ഓടുന്ന വാനിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞ് സീരിയസ് ഇഞ്ചുറി ആയിട്ടുള്ള ഒരു പെൺകുട്ടി വേറെ. അധ്യാപകൻ പ്രൊഫസർ കുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു. ഇങ്ങനെ കുറേ വാർത്തകൾ കേൾക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ നാട്ടിലും ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്, പീഡന ചർച്ചകൾ. ചാനലുകളിൽ മണിക്കൂറുകൾ വന്നിരിക്കുന്ന ഈ പുതിയ ഫെമിനിസ്റ്റുകളെ കാണാറുണ്ട്. ഫെമിനിസ്റ്റുകളോട് റെസ്പെക്റ്റ് ഉണ്ട്, അവർ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഇതുപോലുള്ള സീരിയസ് റേപ്പ് കേസുകൾ വരുമ്പം ചാനലുകളിൽ ഇവരെ കാണുന്നില്ല. ഞാൻ എല്ലാ ഫെമിനിസ്റ്റുകളെയും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ, ഇത്തരത്തിലുള്ള ഫെമിനിസ്റ്റുകൾ. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ ന്യൂജൻ ഫെമിനിസ്റ്റുകളോട് താല്പര്യമില്ലാത്തത്? കാരണം ഇവർ ചെയ്യുന്ന ചർച്ചകൾ ഇഷ്ടത്തിലായവർ പിരിഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവദോഷം കൊണ്ട് പിരിഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകും. അതൊരു പീഡനക്കഥയാക്കി ചാനലുകളിൽ മണിക്കൂർ പോയിരിക്കാൻ ഇവരൊക്കെയാണ്. എന്നാൽ ശരിക്കും നടക്കുന്ന പീഡന ഇഷ്യൂസിന് വേണ്ടി സംസാരിക്കുന്നതോ പോസ്റ്റ് ചെയ്യുന്നതോ കാണുന്നില്ല. മറ്റൊന്ന്, ഭാര്യയും ഭർത്താവും നല്ല പ്രണയത്തിലായിരിക്കും. അപ്പോൾ ഈ ഭാര്യയുടെ ഒരു സുഹൃത്ത് ഫെമിനിസ്റ്റ് ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഈ ഭാര്യ ഭർത്താവിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ കഥ പറയുമ്പം ആ ഫെമിനിസ്റ്റ് ചെറിയൊരു ക്യാരക്ടർ ഇട്ട് കൊടുക്കും. നീ എന്തിനാ അവനക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്? അത് അവൻ ചെയ്യേണ്ട കാര്യമില്ല എന്നുകൊണ്ട് ആ വീട്ടിലുള്ള സ്നേഹത്തിൽ ജീവിക്കേണ്ടവർക്ക് ഒരു കരടിട്ട് കൊടുത്തിട്ട് പിന്നെ ആ വീട്ടിൻ്റെ ഉള്ളിൽ 2 വിഭാഗം ഉണ്ടാകുന്നു, പല ചിന്താഗതി ഉണ്ടാകുന്നു. നല്ലൊരു ന്യൂജൻ ഫെമിനിസ്റ്റ് ഫ്രണ്ടായിട്ടുണ്ടെങ്കിൽ എത്ര പ്രണയത്തിൽ പോകുന്ന ദമ്പതിമാരും ഒരു കൊല്ലം കൊണ്ട് പിരിയും. ലഹരി നമുക്ക് കുടിക്കണം, കള്ള് നമുക്കും കുടിക്കണം, പൊലച്ചക്ക് നമ്മൾ വീട്ടിലേക്ക് കയറി വരും, അത് ചോദ്യം ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്നതിന് പകരം സ്ത്രീകൾ ശരിക്കും നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതുപോലുള്ള കൊടും ക്രൂരമായിട്ടുള്ള റേപ്പ് കേസുകൾ, വീട്ടിൽ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, ജോലി സ്ഥാപനങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. അത് ചൂണ്ടിക്കാണിച്ച് സമരം ചെയ്യാനല്ല ഇവർ വേണ്ടത്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഫെമിനിസ്റ്റുകളിൽ നിന്ന് ഉപ്പിലെ സല്യൂട്ട് അടിക്കാൻ തോന്നുന്നത്. അപ്പോൾ ഇത്തരം കേസുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂടി രംഗത്തിറങ്ങി, പ്രത്യേകിച്ച് സ്ത്രീകൾ രംഗത്തിറങ്ങി സമരം ചെയ്യുമ്പോൾ നമ്മളും ഉണ്ടാവും കൂടെ. കാരണം നമ്മളെ 2 വിഭാഗമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും നമ്മളും നിങ്ങളൊക്കെ ഒന്നാണ് എന്ന് ചിന്തിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമാണ് കൂടുതൽ. നിങ്ങൾ രംഗത്തിറങ്ങണം ഇത്തരം കേസുകൾക്ക് വേണ്ടിയിട്ട്. എന്നാൽ ഏത് കൊമ്പൻ്റെ മോനാണെങ്കിലും ഗവൺമെൻറ് പത്തിമടക്കും ഇത്തരക്കാരെ ശിക്ഷിക്കാൻ. അതുകൊണ്ട് ഇനി ഫെമിനിസം എന്ന് പറയുമ്പം എല്ലാവർക്കും റെസ്പെക്റ്റ് തോന്നണം. സ്ത്രീകൾ നേരിടുന്ന ശരിക്കുള്ള പ്രശ്നത്തിൽ നിങ്ങൾ മുന്നിട്ടിറങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.